മരുന്നൊഴിച്ചതാണ്. അതെ അതെ അതെ. അത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ സംഭവിക്കട്ടെ സാർ, മതി. വേറെ നമുക്ക് മനസ്സിലായി. കാരണം അത്രയും ധൈര്യത്തോടു കൂടി അത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും. പക്ഷേ രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള ശക്തി ഇതിനുണ്ട്. രോഗങ്ങൾ മാറിയാൽ സസ്യങ്ങൾ വളരണമല്ലോ. മനുഷ്യരിൽ ഈ ഹോമിയോ മരുന്ന് ഉപയോഗിക്കുമ്പോൾ പ്രതിരോധമാണല്ലോ ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഈ സസ്യങ്ങളിലും സംഭവിക്കുന്നത്. റംബുട്ടാനും അങ്ങനെയുള്ള സപ്പോട്ട അങ്ങനെയുള്ള വൃക്ഷങ്ങളുടെ മേളിലും ഇത് അടിച്ചാലും ഒഴിച്ചാൽ നമുക്ക് ഈ കിളികളുടെയും അണ്ണാൻ്റെയും ഒക്കെ ശല്യം ഒഴിവാക്കാം. നമ്മുടെ ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത്രയും റിസൾട്ട് കിട്ടിയത്. അതെ, ഇത്രയും റിസൾട്ട് കിട്ടിയ ഈ മരുന്ന് ഉപയോഗിച്ച ശേഷമാണ്. മരത്തിനോട് ചേർത്ത് ചുറ്റുപാടും ഈ 2 ലിറ്റർ ഒഴിക്കുക. തനിച്ചല്ല, സാറിന് കൂട്ടുണ്ടല്ലേ? കൂട്ടുണ്ട്. ഈ സസ്യങ്ങളെല്ലാം കൂട്ടാണ്. പൂച്ചയുണ്ട്, സമയം പോകുന്ന അറിയുന്നില്ല. ഒരു നായുണ്ട്. പിന്നെ ഇവിടെ ഒരു കുറച്ച് ആഴമുണ്ട്. മുങ്ങി കുളിക്കാൻ ഏറ്റവും സൗകര്യമാണ്. ഒന്ന് കുളിച്ച് കയറിയാൽ സകല ക്ഷീണവും ടെൻഷനും ഒക്കെ മാറിക്കിട്ടും. സാർ നമസ്കാരം. നമസ്കാരം സാർ, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക്, അതായത് കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും കൃഷി ഒരുപാട് സ്നേഹിക്കുന്നവർക്കും ഉപകാരപ്രദമായ വീഡിയോകളാണ് നമ്മുടെ ചാനലിലൂടെ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയതിൻ്റെ കാരണം, ഞങ്ങൾ അറിഞ്ഞു ഒരു അത്ഭുത മരുന്ന്, അതായത് ഒരു 2 തുള്ളി ഒഴിച്ചാൽ മതി നമ്മുടെ ഫലവൃക്ഷങ്ങൾക്കായിരുന്നാലും മറ്റു സസ്യങ്ങൾക്കായിരുന്നാലും രോഗപ്രതിരോധ ശേഷിയൊക്കെ തരുന്ന ഒരു മരുന്ന് സാറിൻ്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അത് നമ്മുടെ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് എത്തിയത്. സാർ ഒന്ന് പരിചയപ്പെടുത്തിയ സാറിൻ്റെ പേരും ഇതൊക്കെ നമ്മുടെ. എൻ്റെ പേര് ആസാദ് ചെറിയാൻ എന്നാണ്. ഇവിടെ മലപ്പുറം ജില്ലയിൽ കരുവാരമുണ്ട് പഞ്ചായത്തിൽ കേരള എസ്റ്റേറ്റ് വില്ലേജിലാണ് എൻ്റെ കൃഷിസ്ഥലം. ഇവിടെ എനിക്കൊരു 25 ഏക്കറുണ്ട്. അവിടെ എല്ലാവിധ കൃഷിയുണ്ട്. റബ്ബർ മുതൽ തെങ്ങ്, കവുങ്ങ്, പറങ്കിമാവ്, കപ്പ, ഈ കപ്പളങ്ങ, ഫലവൃക്ഷങ്ങൾ, റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, ഇതെല്ലാം ഉണ്ട്. തേനൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? തേന് അത് എൻ്റെ അല്ല, നാഗർകോവിലിൽ നിന്ന് എല്ലാ വർഷവും സീസൺ ആകുമ്പോൾ എൻ്റെ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇത് തേൻ പെട്ടി വെക്കും, വെച്ചിട്ട്. അതെ, അപ്പോൾ അത് നമുക്ക് കുറച്ച് തേനും കിട്ടും. പിന്നെ പരാഗണത്തിന് ഇത് വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ഈ തെങ്ങിനാണെങ്കിലും കവുങ്ങിനാണെങ്കിലും എല്ലാത്തിനും, ഏതിനാ പരാഗണം ആവശ്യമില്ലാത്തത്, എല്ലാത്തിനും അത് ആവശ്യമുണ്ട്. അത് അപ്പോൾ വലിയ പ്രയോജനം, മധുരവും കിട്ടും, കാര്യങ്ങളും നടക്കും. ഇതിൽ ഈ മേഖലയിലോട്ട് എത്തിപ്പെടാനുള്ള കാരണം എന്താണ്? ഞാൻ ഒരു 43 വർഷം മുമ്പ് മദ്രാസിൽ, അതിപ്പോൾ ചെന്നൈ ആണല്ലോ, ചെന്നൈ എന്ന് പറയണം, അവിടെ ഒരു പാരിയൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. നമുക്ക് പരിചയമുള്ള പാരിവെയറൊക്കെ, അതെ, പിന്നെ പാരി സ്വീറ്റ്സ്. അപ്പോൾ ആ കമ്പനിയിൽ ഒരു 12 വർഷം ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അസിസ്റ്റൻറ്റ് മാനേജറായിരുന്നു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന ഒരു താല്പര്യമായി കൃഷി, അതിൽ സംബന്ധിക്കണം, പൂർണ്ണമായിട്ട് അതിൽ ഇടപെടണമെന്ന് എനിക്ക് അന്ന് നേരത്തെ തോന്നിയിരുന്നു. അപ്പോൾ എനിക്ക് ഏതായാലും 25 ഏക്കർ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അത് പാരമ്പര്യമായിട്ട് കിട്ടിയത്, ഞാൻ സമ്പാദിച്ചതല്ല. അതെ, കൃഷിയായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ജോലി വിട്ട് ഇവിടെ വന്ന് ഈ സ്ഥലം ഏറ്റെടുത്ത് സ്വന്തമായിട്ട് നടത്തുകയായിരുന്നു, കൃഷിയിൽ തന്നെ. അപ്പം നമ്മൾ ഒരു പുതുതായിട്ട് സാറ് തന്നെ കണ്ടുപിടിച്ച ഒരു മരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി. ഇത് ഒരു ഹോമിയോ മരുന്നാണ്. അപ്പോൾ ഈ ഞാൻ വളരെ കാലമായിട്ട് ഈ കീടനാശിനികളും രാസവളങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. എനിക്ക് ഇവിടെ കമ്പത്ത് കുറേ ഏക്കർ ഈ മുന്തിരി കൃഷിയും കോവ കൃഷിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം ഏറ്റവും വിഷകരമായ കീടനാശിനികളാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഫുള്ളൻ വരെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ അത് ഒരാൾ അവിടുത്തെ ഞങ്ങൾക്കൊരു അഡ്വൈസർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങളെ ഉപദേശിച്ചത്, ഇത് ചില സന്ദർഭങ്ങളിൽ ഇതൊക്കെ ഉപയോഗിക്കേണ്ടി വരും, ഫുള്ളൻ വരെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതങ്ങനെ ചെയ്യാണ് നമ്മൾ മനുഷ്യർക്കെല്ലാം ഇത് വലിയൊരു ദ്രോഹമല്ലേ. അയാൾ പറഞ്ഞു, നിങ്ങൾ இந்த மாதிரி எல்லாம் நினச்சா
உங்களுக்கு இந்த விவசாயமே பண்ண முடியாது പറഞ്ഞു. അതിപ്പോൾ എനിക്കതൊരു ഒരു റിയലൈസേഷനായിരുന്നു. ഇങ്ങനെയാണല്ലോ, ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കൃഷിയുമായിട്ട് നമ്മൾ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമ്മുടെ മക്കൾക്ക് തന്നെയാണല്ലോ കൊടുക്കുന്നത്. എന്തെല്ലാം അസുഖം ഉണ്ടാകുന്നുണ്ട്, ക്യാൻസറും എല്ലാം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചു. അവിടുന്ന് ഞാൻ പല കാര്യങ്ങളും അന്വേഷിച്ച് പരീക്ഷണങ്ങളൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അവസാനം എനിക്ക് കണ്ടെത്തിയത് ഹോമിയോയിൽ ഈ മരുന്നുണ്ട്. ഇതിന് കീടങ്ങളെയും വൈറസിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള മരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് വെച്ച് രണ്ട് മൂന്ന് പരാജയങ്ങളുണ്ടായി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ക്രമേണ വിജയിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം വിജയിച്ചത് ഈ മഞ്ഞളിപ്പിനെ ഈ വണ്ടുകളെയൊക്കെ പ്രതിരോധിക്കാനുള്ള മരുന്നാണ് കണ്ടെത്തിയത് ഹോമിയോയിൽ. പക്ഷേ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ പച്ചക്കറിയിൽ ചെറിയ കീടങ്ങളും പുഴുക്കളും വണ്ടുകളെ പ്രതിരോധിക്കുന്ന മരുന്ന് ഈ കീടങ്ങൾക്ക്, ചെറിയ പുഴുക്കളെ പോലും പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ ഞാൻ അതിന് ശ്രമം തുടങ്ങി. ശ്രമിച്ച് പല പല മരുന്നുകളൊക്കെ പരീക്ഷിച്ച് പിന്നെ ഒരു കോമ്പിനേഷൻ എടുത്തു. 2-3 മരുന്നുകൾ ഒന്നിച്ച് ചേർത്ത് ചെയ്തോടനെ വിജയിച്ചു. സാർ എത്ര വർഷം ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു? ഒരു 2 വർഷം. 2 വർഷം. അതിനിടയിൽ തന്നെ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, സാർ ഇതെല്ലാം പരീക്ഷിച്ചതിന് ശേഷമാണോ സാർ? തീർച്ചയായിട്ടും എനിക്ക് പരീക്ഷിക്കാൻ ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. എനിക്ക് മിക്കവാറും എല്ലാ വിളകളും ഉണ്ട്. നെല്ല് ഒഴികെ മിക്കവാറും എല്ലാ വിളകളും ഉണ്ട്. നെല്ല് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ 1-2 പേർക്ക് ഞാൻ ഫ്രീ സാമ്പിൾസ് ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് മിക്കവാറും 1-2 മാസത്തിനുള്ളിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിന്റെ യഥാർത്ഥ റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ പുറത്തോട്ട് അല്ലേ? അതെ, എന്നിട്ട് നമുക്ക് മറ്റുള്ളവരോട് ധൈര്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ. ഇതിലെന്തെങ്കിലും സൈഡ് എഫക്ട്സ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഞാനത് കുടിച്ച് കാണിച്ചു തരാം. പിന്നീട് ഒരു പ്രശ്നമായി മാറരുത്. ഇല്ല, ഞാൻ കുടിച്ച് കാണിച്ചു തരാം. ശരി ശരി. അപ്പോൾ സാർ, നമ്മൾ ഈ നിർമ്മിച്ച ആ മരുന്നിന്റെ പേരെന്താണ് സാർ? സസ്യസൗഖ്യം എന്നാണ്. സസ്യങ്ങൾക്ക് സൗഖ്യം, മനുഷ്യർക്ക് സൗഖ്യമാകുന്ന പോലെ ഈ മരുന്ന് ഉപയോഗിച്ച് സസ്യങ്ങൾക്ക് സൗഖ്യം ഉണ്ടാവും. പിന്നെ അത് കൂടാതെ വേറെ എന്തൊക്കെ? പിന്നെ പച്ചക്കറിക്കുള്ളത് അത് വെജ് ഗാർഡ്. പിന്നെ റബ്ബറിനുണ്ട്. റബ്ബറിന് കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം മഴക്കാലത്ത് ചീക്ക് രോഗം ഉണ്ടാകും. ഈ ചീക്ക് രോഗം ഉണ്ടാകുന്നത് മഴക്കാലത്താണ് റബ്ബറിൽ. അപ്പോൾ അത് ഇതുവരെ ഇപ്പോഴൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് റബ്ബർ കോട്ട്, പിന്നെ തുരിശും കുമ്മായവും. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ മരം ഉണങ്ങിയിരിക്കണം, അല്ലാതെ നനഞ്ഞിരിക്കുന്ന അതിന് മുകളിൽ തേക്കാൻ പറ്റില്ല. എൻ്റെ മരുന്നിൻ്റെ അതാണ് മെച്ചം. ഇത് വെള്ളത്തിൽ കലക്കിയാണ് തേക്കുന്നത്. അപ്പോൾ എൻ്റെ മരുന്ന് ഈ P&D മരുന്ന് 3 തുള്ളി വേണം 1 ലിറ്റർ വെള്ളത്തിൽ. എന്നിട്ട് ഇത് സ്പ്രേ ചെയ്യുക. മരത്തിലെ രോഗം ബാധിച്ച് പുരട്ടുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യുക. കൂടാതെ ചുവട്ടിൽ ഓരോ ലിറ്റർ മരുന്ന് ചേർത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ മരുന്ന് നമ്മൾ എങ്ങനെയാണ് ഈ സസ്യങ്ങൾക്ക് അത് ആ ഗ്രോത്ത് കിട്ടാനുള്ള കാര്യം എന്താ? അത് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതൊരു ഹോർമോൺ അല്ല. പക്ഷേ രോഗങ്ങൾ പ്രതിരോധിക്കാനുള്ള ശക്തി ഇതിനുണ്ട്. രോഗങ്ങൾ മാറിയാൽ സസ്യങ്ങൾ വളരണമല്ലോ. രോഗങ്ങൾ ഇരിക്കെ സസ്യങ്ങൾ വേണ്ട പോലെ വളരില്ല. അപ്പോൾ ആ രോഗങ്ങളെ മാറ്റാനുള്ള ശക്തി ഇതിനുണ്ട്, പ്രതിരോധ ശക്തി. ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകും, പ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, സസ്യങ്ങളിൽ ഒരു പ്രതിരോധത്തിന് സ്വാഭാവികമായി തന്നെ നാച്ചുറലായിട്ട് തന്നെ ഈ ആൽക്കലോയിഡ്സ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആൽക്കലോയിഡ്സ് അത് ഉത്തേജിപ്പിക്കുകയാണ് എൻ്റെ മരുന്ന് ചെയ്യുന്നത്. അത് വളരെയധികം ഉത്തേജിപ്പിക്കുക. അങ്ങനെ വരുമ്പോൾ മറ്റ് കീടങ്ങൾക്കൊന്നും ഇതിനെ കയറി സസ്യങ്ങളെ ആക്രമിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളിപ്പോൾ തെങ്ങായിരുന്നാൽ ഈ കൊമ്പൻ ജെല്ലി, ചെമ്പൻ ജെല്ലി ഇതിൻ്റെയൊക്കെ അതിനൊക്കെ ഒരു പ്രതിവിധിയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ് എനിക്ക് ആദ്യം എൻ്റെ മരുന്ന് കണ്ടെത്തിയപ്പോൾ അതിനെതിരായിട്ടാണ് ഞാൻ പ്രയോഗിച്ചത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ഈ തെങ്ങുകളിലൊക്കെ പല തെങ്ങും തോപ്പിലും നോക്കിയാൽ അതിൻ്റെ കൂമ്പ്, പുതിയ പട്ടകൾ, അത് പുതിയ മടൽ, കൂമ്പ് അവിടെയൊക്കെ കത്രിയ ചെയ്തിരിക്കുന്ന പോലെ കാണാം, കട്ട് ചെയ്തിരിക്കുന്നത് കാണാം. ഈ കൊമ്പൻ ചെല്ലിയുടെ ശല്യം. പിന്നെ ചെറിയ
തെങ്ങുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ചെമ്പൻ ചെല്ലുക, അത് അകത്ത് കയറി തുറന്ന് അകത്ത് കയറി പുഴു മുട്ടയിട്ട് പുഴുവായി അകത്ത് മുഴുവൻ തിന്ന് മണ്ട മറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. എനിക്കിവിടെ കുറേ തൈ തെങ്ങുകളുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഒരെണ്ണം പോലും ഇതിൻ്റെ ബാധ കാണില്ല. അതായത് കൂമ്പാണെങ്കിൽ മടലൊക്കെ ആ ഒരു പ്രശ്നവുമില്ല, ഈ കത്തിരിച്ചതുപോലെ ഒന്നും കാണുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ ചെല്ലികളുടെ ശല്യം എൻ്റെ തോട്ടത്തിലില്ല. അപ്പോൾ ഇത് തന്നെ അതിനെ പ്രതിരോധിക്കുന്നുണ്ട്. കൂടാതെ മറ്റുള്ള രോഗങ്ങളും. അപ്പോൾ ഈ പച്ചക്കറിക്കാണെങ്കിൽ വെജിഗാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ പക്ഷെ 4 ദിവസത്തിലൊരിക്കലും അത് അടിക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഒരു ജീവിതചക്രമുണ്ട്. ഈ പച്ചക്കറികളെ ആക്രമിക്കുന്ന കീടങ്ങൾക്ക് മിക്കവാറും പല കീടങ്ങൾക്കും ഒരു ജീവിതചക്രം 4 ദിവസത്തിലാണ് ആ ചക്രം ഇത് പ്രവർത്തിക്കുന്നത്. അതായത് ഇപ്പോൾ അത് ഒരു മുഞ്ഞ, ഈ പയറിലൊക്കെ കാണാൻ മുഞ്ഞ നീരൂറ്റി കുടിക്കുന്നത്, അത് മുട്ടയിട്ട് ആ മുട്ടയിൽ നിന്ന് പുഴു വിരിഞ്ഞ് പിന്നെ ആ മുഞ്ഞ പ്രാണിയാകുന്നതിന് 4 ദിവസം മതി. ഈ 4 ദിവസം കൊണ്ട് ഇത് വീണ്ടും ആ പുതിയ പ്രാണി മുട്ടയിടാൻ തയ്യാറാണ്. അതാണ് ആ ജീവിതചക്രം എന്ന് പറഞ്ഞത്. അതെ, ആ സൈക്കിൾ നമുക്ക് ബ്രേക്ക് ചെയ്യണം. അതായത് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് 4 ദിവസത്തിലൊരിക്കലും അത് അടിച്ചാൽ ഒരു 3-4 പ്രാവശ്യം അടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇതിന് പ്രതിരോധ ശക്തിയാവും. പിന്നെ ഇതിന് നമ്മുടെ പച്ചക്കറി അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ സ്പ്രേ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ മരുന്നുകളൊന്ന് പരിചയപ്പെടാം. തീർച്ചയായിട്ടും. പിന്നെ അത് നമുക്കൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ ഇതൊക്കെ ഒന്ന് കാണിക്കാം. തീർച്ചയായിട്ടും. ഇതാണ് എൻ്റെ ഈ സസ്യസൗഖ്യ, വെജിഗാർഡ് അങ്ങനെയുള്ള മരുന്നുകൾ. അപ്പോൾ സസ്യസൗഖ്യ മഞ്ഞളിപ്പിനും തെങ്ങിൻ്റെ കീടങ്ങൾക്കെതിരെയൊക്കെ പ്രവർത്തിക്കും. ഇപ്പോൾ വെജിഗാർഡ് ആണെങ്കിൽ പച്ചക്കറികളിൽ ഉള്ള കീടങ്ങളെ പ്രതിരോധിക്കും. ഇത് സസ്യസൗഖ്യയുടെ 30 മില്ലിയാണ്. ഇത് സസ്യസൗഖ്യയുടെ 15 മില്ലി. അതുപോലെ വെജിഗാർഡ് ഇത് 30 മില്ലി, ഇത് 15 മില്ലി. ഇത് പിന്നെ സസ്യസൗഖ്യയ്ക്ക് 100 മില്ലിയുടെ ഉണ്ട്. പക്ഷേ വെജിഗാർഡും അതൊക്കെ 30 മില്ലിയാണ്. 30 മില്ലിയും 15 മില്ലിയേ ഉള്ളൂ. 100 മില്ലി വരുമ്പോൾ 100 മില്ലി വരുമ്പോൾ അതിൻ്റെ വില 850 രൂപയാണ് വില. അപ്പോൾ നമ്മൾ 15 മില്ലിയോ? 15 മില്ലി 130 രൂപ. 15 മില്ലിയിൽ എത്ര ഡ്രോപ്പ് കാണും സാർ? ഒരു 300 ഡ്രോപ്പ് കാണും. 300 ഡ്രോപ്പ് സസ്യസൗഖ്യ 300 ഡ്രോപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും ചെറിയ കുപ്പി 15 മില്ലി നമുക്ക് 150 ലിറ്റർ മരുന്നുണ്ടാക്കാം. 1 ലിറ്ററിന് 2 തുള്ളിയാണ് നമ്മുടെ മരുന്നിൻ്റെ സ്റ്റാൻഡേർഡ്. അത് അങ്ങനെ 300 തുള്ളി കൊണ്ട് 150 ലിറ്റർ മരുന്നുണ്ടാക്കാം. അപ്പോൾ 150 ലിറ്റർ മരുന്നുണ്ടെങ്കിൽ അത് 2 ലിറ്റർ വെച്ചിട്ട് 75 തെങ്ങിന് നമുക്ക് ഉപയോഗിക്കാം. തെങ്ങിനാണെങ്കിൽ. പിന്നെ വെജിഗാർഡ് ഈ 15 മില്ലിയിൽ 300 തുള്ളി കൊണ്ട് നമുക്ക് 50 ലിറ്റർ മരുന്നുണ്ടാക്കാം. 50 ലിറ്റർ. അതായത് വെജിഗാർഡ് നമ്മൾ 1 ലിറ്ററിൽ 6 തുള്ളി വേണം. അങ്ങനെയാണ് അതിൻ്റെ ഉപയോഗക്രമം. അതായത് സസ്യസൗഖ്യക്കാട്ടിയും കൂടുതൽ തുള്ളി വെജിഗാർഡ്. അതെ, വെജിഗാർഡ് ഒരു 2-3 മരുന്നിൻ്റെ കൂട്ടിച്ചേർത്തതാണ്, ഹോമിയോ മരുന്ന് കൂട്ടിച്ചേർത്തതാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ സസ്യസൗഖ്യ കണ്ടെത്തിയ ശേഷം അതേ മരുന്ന് ഈ അതിനേക്കാളും ചെറിയ കീടങ്ങൾ വണ്ടുകൾക്ക് സസ്യസൗഖ്യ ഫലപ്രദമായിട്ട് ആയിരുന്നു. പക്ഷേ അത് ഈ ചെറിയ പച്ചക്കറികളിലെ കീടങ്ങളെ പ്രതിരോധിക്കാൻ അത്ര സക്സസ്ഫുൾ അല്ലായിരുന്നു. അപ്പോൾ ഞാനത് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ശേഷം കണ്ടെത്തിയ ഒരു മരുന്നാണ് വെജിഗാർഡ്. അത് അതിന് 4 ദിവസത്തിലൊരിക്കലും നമ്മൾ സ്പ്രേ ചെയ്യണം. അങ്ങനെ 3-4 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഈ സസ്യങ്ങളിലുള്ള പ്രതിരോധം, അതിൻ്റെ നാച്ചുറലായിട്ടുള്ള പ്രതിരോധം വർദ്ധിപ്പിച്ച് ഉത്തേജിപ്പിച്ച് പിന്നെ ഈ കീടങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. സാർ, ഇതിപ്പോൾ ഒരു കീടനാശിനിയാണല്ലോ. അതെ. ഇത് കീടനാശിനി ആകുമ്പോൾ തന്നെ ആൾക്കാർക്ക് പൊതുവെ വരേണ്ട ഒരു ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടങ്ങളെ നശിപ്പിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഹാംഫുൾ ആകത്തില്ലേ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും തോന്നത്തില്ലേ? അതെ. അപ്പോൾ അതിന് സാർ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? സസ്യസൗഖ്യ ഉപയോഗിക്കുമ്പോൾ സസ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ആ ഒരു പ്രതിരോധം ഉള്ളത് ഈ മരുന്ന് ചെല്ലുമ്പോൾ അത് ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മറ്റേ ഫലവൃക്ഷങ്ങളിൽ അടിക്കുമ്പോൾ മറ്റേ ഈ പക്ഷികളും അണ്ണാനും അങ്ങനെയുള്ള
ശത്രുക്കൾ ഇതിന് ഇത് ശല്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ഉദാഹരണം പറയാം. കോഴിക്കോടിനടുത്ത് രാമനാട്ടുകരയിൽ ഒരു സെയ്തലി മാസ്റ്റർ, അദ്ദേഹം ഈ സസ്യസൗഖ്യ അദ്ദേഹത്തിൻ്റെ തെങ്ങുകൾക്ക് ഉപയോഗിച്ചു. തെങ്ങുകൾക്ക് ഉപയോഗിച്ചത് ഈ കീടങ്ങൾക്കെതിരെയാണ് പ്രവർത്തിക്കാനായിട്ടാണ് ഉപയോഗിച്ചത്. പക്ഷേ അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ചു, അവിടെ അതുവരെ കുരങ്ങിൻ്റെ ശല്യം നല്ലതായിട്ടുണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ചതോടുകൂടി, ഇത് പ്രയോഗിച്ചതോടുകൂടി കുരങ്ങൾ വരുന്നത് നിർത്തി. അവർ വന്ന് നോക്കും, പക്ഷേ ശല്യം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ ഈ കൂട്ടമായിട്ട് 10-60 കുരങ്ങുകൾ ഒരുമിച്ച് വന്ന് അത് തേങ്ങകൾ പറിക്കുകയും വെള്ളക്കായൊക്കെ എടുത്ത് താഴോട്ട് എറിയുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് പൂർണ്ണമായിട്ട് നിന്നു. അപ്പോൾ അതൊരു വലിയ അതിശയമായിട്ടാണ് ഞാൻ കരുതിയത്. അല്ല സാർ, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് മറ്റുള്ള ജീവജാലങ്ങൾക്ക് ദോഷമായിട്ട് തോന്നും എന്നല്ലേ വരുന്നത്? അതായത് നമ്മളൊരു കീടനാശിനി അത് ദോഷമായതുകൊണ്ടല്ലേ മറ്റു ജീവജാലങ്ങൾ എടുക്കാത്തതെന്ന് ആൾക്കാർക്ക് തോന്നത്തില്ലേ? ഈ മരുന്ന് സസ്യങ്ങളിലുള്ള ആൽക്കലോയിഡ്സ് അതിനെ ഞാൻ പറഞ്ഞ പോലെ ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ ഈ അണ്ണാനും അങ്ങനെയുള്ള കിളികൾക്കൊന്നും പിന്നെ ഇതിന് ഈ ഫലങ്ങളാണെങ്കിലും ഒന്നും തിന്നാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് തന്നെ ഒരു പ്രതിരോധ വലയം സൃഷ്ടിക്കുകയാണ്. അത് തന്നെ ഒരു പ്രതിരോധ വലയം സൃഷ്ടിക്കുകയാണ്. മനുഷ്യരിൽ ഹോമിയോ ഉണ്ടാക്കുന്ന അതേ ഇതാണ്. അതെ, മനുഷ്യരിൽ ഈ ഹോമിയോ മരുന്ന് ഉപയോഗിക്കുമ്പോൾ പ്രതിരോധമാണല്ലോ ഉണ്ടാക്കുന്നത്. അത് തന്നെയാണ് ഈ സസ്യങ്ങളിലും സംഭവിക്കുന്നത്. അത് കഴിക്കുമ്പോൾ മനുഷ്യനോ നമുക്ക് അത് ദോഷം ഉണ്ടാകുന്നില്ല. പൊതുവേ ഒരു സ്വയാർജിത പ്രതിരോധം ഉണ്ടാക്കുക, പ്രതിരോധിക്കുക എന്നുള്ളതാണ്. സാർ, അപ്പോൾ ഇതിന്റെ ഡെലിവറി കാര്യങ്ങൾ എങ്ങനെയാണ്? ഇതിപ്പോൾ ഡെലിവറി ചെയ്ത് കൊടുക്കുക നമുക്ക് ഓൾ കേരള ഉണ്ടോ? അതെ, ഇതിൻ്റെ ഈ നേരത്തെ പരസ്യങ്ങൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, 9656976654. ഈ നമ്പർ അത് ഒന്ന് എഴുതി കാണിക്കുക പതിവുണ്ട്. നിങ്ങളത് ചെയ്താൽ ഉപകാരം. അപ്പോൾ അതിലേക്ക് വിളിച്ച് അവിടെ സ്റ്റാഫ് ഇരിപ്പുണ്ട്. അവരത് ഓർഡർ കുറിച്ചെടുത്തിട്ട് അതിനുള്ള എത്രയാണ് അതിൻ്റെ തുക എന്നെല്ലാം പറഞ്ഞു തരും. അതനുസരിച്ച് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുക, പിന്നെ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് അയയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളിത് ഇവിടുന്ന് കൊറിയർ വഴി അയക്കുകയാണ്. എവിടെ കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ആൻഡമാൻസ് വരെ ഞങ്ങൾ അയക്കുന്നുണ്ട്. ഡെലിവറി ചാർജസ് ഒരു 15 മില്ലി ചെറിയ കുപ്പിയാണെങ്കിലും ഇനി 10 വലിയ കുപ്പിയാണെങ്കിലും ഞങ്ങൾ 50 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. 50 രൂപ കൊറിയർ ചാർജ് അത്രേ ചാർജ് ചെയ്യുന്നുള്ളൂ. ഇനി ഇപ്പോൾ ആൻഡമാൻസിൽ അവിടെ കൊറിയർ ഇല്ല, തപാലേ ഉള്ളൂ, പോസ്റ്റൽ വഴി. അപ്പോൾ ഞങ്ങൾ അതും ചെയ്യുന്നുണ്ട്. അതിലൊക്കെ ചിലവ് കൂടുമെങ്കിലും ഞങ്ങളത് വഹിക്കുകയാണ് പതിവ്. നമുക്ക് ഡീലർഷിപ്പ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? എങ്ങനെയാണത്? കുറച്ച് പേരെങ്കിലും എന്നോട് ഇത് അന്വേഷിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. അതിനകത്തൊരു ചെറിയ ആപത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാര്യം വെച്ചാൽ ഇതേ രീതിയിൽ ഈ മരുന്ന് ഞാൻ കണ്ടെത്തിയ ശേഷം അതേ രീതിയിൽ കർഷകർക്ക് എത്തിച്ചു കൊടുക്കാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. കേരളത്തിൽ മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളിലേക്ക്, ഇന്ത്യ ഒട്ടുക്കും പല സംസ്ഥാനങ്ങൾക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓൺലൈനായിട്ടാണ് ബിസിനസ് നടത്തുന്നത് പ്രധാനമായിട്ടും. അത് കർഷകർ ആവശ്യമുള്ളവർ എനിക്ക് ഓർഡർ തരും ഓൺലൈനായിട്ട്. അത് പ്രകാരം ഞാൻ കൊറിയർ വഴി അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കം ചില സ്ഥലങ്ങളിലേക്ക്, കൊറിയർ ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ, ഇത് ആ മരുന്നിൻ്റെ അതേ എഫക്റ്റോടെ, ഫുൾ എഫക്റ്റോടെ എനിക്ക് അറിയാം ഇത് നല്ല റിസൾട്ട് തരുന്നുണ്ട്. അപ്പോൾ അത് വേറൊരു ആൾക്കാർ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ചെറിയ തോതിലെങ്കിലും മായം കലരാൻ ഒരു ചെറിയ സാധ്യതയെങ്കിലും ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാത്രമാണ് ഞാൻ ഡീലർഷിപ്പ് പ്രോത്സാഹിപ്പിക്കാത്തത്. തൽക്കാലം സാറ് ഡീലർഷിപ്പിനെ കുറിച്ച് തൽക്കാലം ഞാൻ ഡീലർഷിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. അപ്പോൾ സാറിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് വിറ്റഴിച്ച് അതേ സെയിം ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ കൊടുക്കാനാണ് സാർ ഉദ്ദേശിക്കുന്നത്? അതെ, സെയിം ക്വാളിറ്റി തന്നെ എനിക്ക് കർഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കഴിവതും
തുടരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നമ്മൾ വർഷങ്ങളോളം പ്രയത്നിച്ച് കണ്ടുപിടിച്ചൊരു ഇതാണല്ലോ, മരുന്നാണല്ലോ. അപ്പോൾ അത് മായം കലരാതെ കൊണ്ടുപോകേണ്ട സാറും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ. അത് പാളിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതിനിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് പോയി, നമ്മുടെ പ്രോഡക്റ്റിന്റെ ഇത് പോയല്ലേ. അതെ, ഒരു വിശ്വാസം പോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ വലിയ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ നേരിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ നമുക്കത് ഓർപ്പിക്കാം. ഇത് നമുക്കറിയാമല്ലോ, ഇത് പാഷൻ ഫ്രൂട്ടാണ്. ഇതിൽ ഒരു കാ പോലും കിട്ടാതെ മൊത്തം കിളികളും അണ്ണാനും ഒക്കെ തിന്നുകയായിരുന്നു പതിവ്. പക്ഷേ എൻ്റെ മരുന്ന് തളിച്ച ശേഷം പിന്നെ ഓരോ ലിറ്റർ വീതം അതിൻ്റെ ചുവട്ടിൽ ഒഴിക്കുകയും ചെയ്യും. അതിനുശേഷം അണ്ണാൻ്റെയോ കിളികളുടെ യാതൊരു ശല്യവും ഇല്ല, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, വലയിടുക, വലയുടെ ചിലവ് കൂടാതെ, അത് അതിൻ്റെ വില കൂടാതെ ഇടിക്കുന്ന ചിലവ്, കൂലി ചിലവ് എല്ലാം ഉണ്ടാവും. അതെല്ലാം നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇതൊരു ഉദാഹരണമായിട്ട് കാണിച്ചതാണ്. ഇത് നമുക്ക് റംബുട്ടാനും അങ്ങനെയുള്ള സപ്പോട്ട അങ്ങനെയുള്ള വൃക്ഷങ്ങളുടെ മേളിലും ഇത് അടിച്ചാലും ഒഴിച്ചാൽ നമുക്ക് ഈ കിളികളുടെയും അണ്ണാൻ്റെയും ഒക്കെ ശല്യം ഒഴിവാക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ റംബൂട്ടാനിലൊക്കെ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഒഴിക്കുകയാണോ? റംബുട്ടാൻ എത്തുന്ന ലെവൽ വരെ നമ്മൾ സ്പ്രേ ചെയ്യുക. ഓക്കെ. പിന്നെ അതിൻ്റെ മരത്തിൻ്റെ വണ്ണം അനുസരിച്ച് 1-2 ലിറ്റർ ചുവട്ടിൽ തടിയോട് ചേർത്ത് ചുറ്റും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കൊമേഴ്ഷ്യലായിട്ട് ഈ പ്ലാന്റേഷൻ ഒക്കെ ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ലേബറും ഈ വിലയിടലും എല്ലാം ലാഭമായിട്ട് വരുമെന്നാണ് സാർ പറയുന്നത്. അതെ, കമേഴ്ഷ്യലായിട്ട് ചെയ്യുന്ന വലിയ ഇതുണ്ടല്ലോ, നഴ്സറികൾ, അതുപോലെ പിന്നെ പ്ലാന്റേഷൻ തന്നെയുണ്ട്. ഈ റംബുട്ടാൻ്റെ ഒക്കെ ധാരാളം വളരെ വ്യാവസായികമായിട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ അവിടെയൊക്കെ ഞാൻ ഈയിടെ ഒരു വലിയൊരു തോട്ടത്തിൽ ചെന്നു. അവർ വളരെ ഫേമസ് ആണ് ഈ ഇതിൻ്റെ കൃഷിയിൽ. അപ്പോൾ അവിടെ അവരുടെ നഴ്സറിയിൽ ഇത് മൊത്തം ഇത് ഉപയോഗിക്കും. ഇതിൻ്റെ മൊത്തം എല്ലാ മരങ്ങൾക്കും നെറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നെറ്റെല്ലാം ഒഴിവാക്കി, ആ നെറ്റ് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ അവർക്ക് ഒരു പ്രശ്നമാണ് ഇത്. എന്നാലും മരങ്ങൾ വളർന്നു വരുമ്പോൾ, നെറ്റിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വളർന്നു വരുമ്പോൾ ഇത് പരിപാലിക്കാനായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. ആ സ്ഥാനത്ത് ഈ മരുന്ന് തളിച്ചു ഒഴിക്കുകയും ചെയ്താൽ ആ നെറ്റ് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ ലാഭിക്കാം. അതിപ്പോൾ നെറ്റ് ഇടണമെങ്കിൽ തന്നെ നമുക്ക് വർഷം മാറ്റേണ്ടി വരും, നെറ്റ് ദ്രവിച്ചു പോയിട്ട്. അതെ, ആ പൈസയെല്ലാം നമുക്ക് ലാഭിക്കാം തീർച്ചയായിട്ടും. ഇത് പച്ചക്കറിക്കുള്ള മരുന്നാണ്. പച്ചക്കറിക്ക് വെജ് ഗാർഡ് എന്ന് പറയും. അത് കീടങ്ങളെ ആക്രമിക്കാതിരിക്കാനുള്ള മരുന്നാണിത്. അപ്പോൾ ഇത് നമുക്കൊന്ന് കറക്റ്റാണ്. അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ലിറ്റർ വെള്ളത്തിൽ 6 തുള്ളിയാണ് വേണ്ടത്. 6 തുള്ളി അല്ലേ? ഇത് ഒരു 1/2 ലിറ്ററേ ഉള്ളൂ. അപ്പോൾ ഒരു 3 തുള്ളി മതിയാവും. ഓക്കെ. ഇനി ഇതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്യാം. ഇലയുടെ അടിഭാഗത്ത് പ്രത്യേകം ഒന്ന് വീഴണം, അതാണ് നല്ലത്. ഇത് ഒരു 2 ആഴ്ച മുമ്പ് അടിച്ചതാണ്. ഒരു 3-4 പ്രാവശ്യം 4 ദിവസത്തെ ഇടവേളകളിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിന് സസ്യങ്ങൾക്ക് നല്ലൊരു പ്രതിരോധം ഉണ്ടാവും. അതിന് ശേഷം ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് നേരിട്ട് ആ പ്രാണികൾ ചത്തുപോകുകയാണോ അല്ലേ? അത് പ്രാണികൾ ചാകുന്നില്ല. സസ്യങ്ങൾ ഈ പ്രാണികൾക്കെതിരെ ഒരു പ്രതിരോധം സൃഷ്ടിക്കാനായിട്ട് ഈ മരുന്ന് അതിൻ്റെ സ്വാഭാവികമായിട്ട് ഉള്ള ഒരു പ്രതിരോധം ഉത്തേജിപ്പിക്കുകയാണ് എൻ്റെ മരുന്ന് ചെയ്യുന്നത്. അപ്പോൾ പ്രാണികൾ ചാകുന്നില്ല. അപ്പോൾ അതിന് ഈ ആൽക്കലോയിഡ്സ് കാരണം ഇതിന് കൂടുതൽ തിന്നാൻ സാധിക്കുന്നില്ല. പച്ചക്കറിയെ തിന്നാൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ പട്ടിണി കൊണ്ട് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭക്ഷണം കിട്ടാതെ മാറിപ്പോവുകയാണ്. അപ്പോൾ ഈ മരുന്ന് കൊണ്ട് മറ്റാർക്കും മറ്റൊരു ദൂഷ്യമില്ല. ഇതുപോലെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അടിച്ച പച്ചക്കറി വെജിറ്റബിൾസ് നമ്മൾ ഭക്ഷിക്കുന്നത് കൊണ്ട് അതെ, ഞങ്ങൾ മുറയ്ക്കുക അതാണ് കഴിക്കുന്നത്. ആണല്ലേ? പിന്നെ ഇത് ഈ മരുന്ന് പലർക്കും സംശയം ഉണ്ടാവും. ഇത് ഇത് മനുഷ്യൻ കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പം? മനുഷ്യൻ നേരത്തെ കഴിക്കേണ്ട,
പച്ചക്കറികൾ അടിച്ച ശേഷം അതിൻ്റെ പച്ചക്കറി കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന ഒരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും. കീടനാശിനിയാണല്ലോ അത് കീടനാശിനി എന്നാണല്ലോ നമ്മൾ പറയുന്നത്. ജൈവ കീടനാശിനി എന്നാണ് ഞങ്ങളതിന് വിളിക്കുന്നത്. എങ്കിലും ഒരു സംശയമുണ്ട്. ഈ കാരണത്താലൊക്കെ കീടങ്ങൾക്ക് ഇത് തിന്നാൻ പറ്റുന്നില്ല. അപ്പോൾ മനുഷ്യർക്ക് തിന്നാൻ പറ്റുമോ? അപ്പോൾ ഇത് നമുക്ക് യാതൊരു ദോഷവും ഉണ്ടാകുന്നില്ല. അതിന് തെളിവാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ മരുന്നൊഴിച്ചതാണ്. മരുന്നൊഴിച്ചതാണ്. അത് എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. സാർ അത് കുടിക്കുകയാണോ? അയ്യോ, ഞാൻ കുടിച്ചേക്കാം. സാർ മതി, അത് വേറെ നമുക്ക് മനസ്സിലായി. കാരണം അത്രയും ധൈര്യത്തോടു കൂടി അത് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സാറിന് കുറച്ച് ഇമ്മ്യൂണിറ്റി കൂടുതൽ. അപ്പോൾ ഒരുപക്ഷെ എനിക്കൂടെ ഒരു ഇമ്മ്യൂണിറ്റി കൂടിയിട്ടുണ്ട്. ഇത്രയും പ്രായമൊക്കെ അല്ലേ? എത്ര പ്രായമുണ്ട്? ഇന്നലെ 77 വയസ്സായിരുന്നു. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടാവുക. പരിശോധിക്കാനുള്ളത് സസ്യസൗഖ്യം എന്നുള്ള മരുന്നാണ്. ഇത് 15 മില്ലി, 30 മില്ലി, 100 മില്ലികളിൽ കുപ്പികളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും ചെറിയ കുപ്പിയാണ്. 15 മില്ലി. 15 മില്ലി എന്ന് വെച്ചാൽ 300 തുള്ളി ഉണ്ടാവും. ഈ 300 തുള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് 150 ലിറ്റർ മരുന്നുണ്ടാക്കാം. ഒരു കവുങ്ങിന് 1 ലിറ്റർ മതി. തെങ്ങിനാണെങ്കിൽ 2 ലിറ്റർ വേണം. അപ്പോൾ നമുക്കിപ്പോൾ തെങ്ങുമുണ്ട്, അടുത്ത് കവുങ്ങുമുണ്ട്. അപ്പോൾ രണ്ടിനും നമുക്കൊന്ന് പ്രയോഗിക്കാം. 2 തുള്ളിയാണ്. അപ്പോൾ ഇത് 1/2 ലിറ്ററേ ഉള്ളൂ. 1 തുള്ളി മതി. ഓക്കെ. ഈ ചെറിയ കവുങ്ങ് തൈകളൊക്കെ ആണെങ്കിൽ അതിന് സ്പ്രേ ചെയ്താൽ മതി. വലിയ കവുങ്ങാണെങ്കിൽ അതിന് ചുവട്ടിലൊഴിച്ചു കൊടുക്കുക. ചുറ്റുപാടും ചേർന്ന് നേരെ മൂട്ടി തന്നെ ഒഴിച്ചു കൊടുത്താൽ മൂട്ടി തന്നെ പാടമായിട്ട് ചെയ്യുന്നവർക്ക് ഇതുപോലെ മൂട്ടിലൊഴിച്ചാൽ മതി. അല്ലാതെ അതിന് വേണ്ടിയിട്ട് സ്പ്രേയറും കാര്യങ്ങളൊന്നും മേളിൽ കയറി ഒന്നും സ്പ്രേ ചെയ്യണ്ട, ചുവട്ടിലൊഴിച്ചാൽ മതി. ചെറിയ തൈകളാണെങ്കിൽ സ്പ്രേ ചെയ്യുന്നതായിരിക്കും ലാഭം. വളരെ കുറച്ച് മരുന്ന് വേണ്ടി വരുള്ളൂ. നമുക്ക് വലിയ കവുങ്ങായിരുന്നാലും നമുക്കിപ്പോൾ 1 ലിറ്റർ മതിയല്ലോ. വലിയ കവുങ്ങാണെങ്കിൽ 1 ലിറ്റർ മതി. 1 ലിറ്റർ മതി. ചെറിയ കവുങ്ങിന് സ്പ്രേ ചെയ്യും. ഇത്രയും പച്ചപ്പിൽ നിൽക്കാൻ കാരണം ഈ മരുന്നാണ്. ഈ മരുന്നാണ്. അതെ. ഈ രോഗങ്ങളൊന്നും ബാധിക്കാതിരിക്കുമ്പോൾ അത് പച്ചപ്പെല്ലാം തനിയെ ഉണ്ടാവും. അപ്പോൾ ഇത് ചിലർക്ക് സംശയം ഉണ്ടാവും, ഇതിനകത്ത് എന്തെങ്കിലും വിഷമുണ്ടോ ഇല്ലയോ എന്ന്. ഇത് സാർ കുടിക്കാൻ പോവാണ്. കുടിക്കാൻ പോവാണ്. സാറിന് അത്രത്തോളം വിശ്വാസമുണ്ട്, അതുകൊണ്ടാണ് അത് മൊത്തം കുടിക്കുകയാണ്. ഇത്രയും വിശ്വാസമുണ്ട് കേട്ടോ സാർ. അല്ല, എനിക്ക് തോന്നുന്നു സാറിന്റെ ഇപ്പോഴത്തെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും. കാരണം ഈ പ്രായത്തിൽ ഇത് ആയിരിക്കാം. പക്ഷെ ഇത് അത്രയ്ക്ക് സേഫാണ്. ടേസ്റ്റ് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും? ടേസ്റ്റ് ഇതിനകത്ത് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ അതിന്റെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. സ്പിരിറ്റിന്റെ ഒരു ഇപ്പോൾ ഇതൊരു നല്ലൊരു ഗാർഡൻ പ്ലാന്റാണ്. പല പൂന്തോട്ടങ്ങളിലും പൂന്തോട്ടങ്ങളിലും ഇത് കാണാം നമുക്ക്. പക്ഷെ ഇതിനകത്തൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പുതിയ തളിര് വരുമ്പോൾ കീടങ്ങൾ വന്ന് മൊത്തം തിന്ന് നശിപ്പിക്കുക. എൻ്റെ ഈ 2 തുള്ളി 1 ലിറ്ററിലുള്ള ഉപയോഗിക്കുന്ന മരുന്ന്, അത് ആ തളിര് വന്നു കഴിഞ്ഞാൽ സ്പ്രേ ചെയ്താൽ ഒരു കീടവും ഇതിനെ തിന്നാൻ പറ്റില്ല. ഗാർഡൻ പ്ലാന്റുകൾക്ക് വളരെ നല്ലതാണ്. റോസിനാണെങ്കിലും മറ്റ് സസ്യങ്ങൾക്കാണെങ്കിലും ഈ മരുന്ന് വളരെ നല്ലതാണ്. കപ്പളങ്ങയുണ്ട്. അത് ഇവിടെയൊക്കെ കപ്പള എന്ന് പറയും. തെക്കോട്ടൊക്കെ പപ്പയ, ഓമയ്ക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇത് എൻ്റെ ഈ മരുന്നിൻ്റെ ഗുണം കൊണ്ട് തന്നെ മാത്രമല്ല, അല്ലെങ്കിൽ ഈ
അതിൻ്റെ ഇലയ്ക്കെല്ലാം ഒരു ചുരുളിച്ച കാണാം. അപ്പോൾ ഇതിന് ആ രോഗബാധയൊന്നും ഇതിനില്ല. അതുപോലെ ഇതിൻ്റെ അടുത്ത് തന്നെ തെങ്ങുണ്ട്. തെങ്ങിനും ആരോഗ്യത്തോടെയാണ് നിൽക്കുന്നത്. അതിന് ഒരു കാലത്ത് മഞ്ഞളിപ്പ് രോഗമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറി വരികയാണല്ലേ? അത് മാറി, അത് മിക്കവാറും എല്ലാം മാറി. പപ്പായയുടെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, സാധാരണ മറ്റ് വൃക്ഷങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കവർ ചെയ്യാം. ഇത് കവർ ചെയ്യുന്നത് ഒരു പതിവേ ഇല്ല. വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. അത് കയറി ഒക്കെ ഒടിഞ്ഞ് വീഴാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ ആരും സാധാരണ ചെയ്യാറില്ല. പക്ഷേ ഈ മരുന്ന് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ആ ഓമയ്ക്കകൾ, കായ്കൾ സംരക്ഷിച്ചെടുക്കാൻ പറ്റും. പപ്പയ തോട്ടങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉടമസ്ഥർക്ക് ഇതൊരു നല്ലൊരു ഉപകാരപ്രദമായ മരുന്നാണ്. ഇത് ചുവട്ടിലൊഴിച്ചാൽ മതി. ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യാതൊരുവിധ ശല്യങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് എടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഇതിന് നമ്മുടെ മരുന്ന് പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം യാതൊരു ശല്യവും ഇല്ല. ഇത് ചില സ്ഥലങ്ങളിൽ കമ്പിളി നാരങ്ങ എന്ന് പറയും, ഇവിടെ ഈ കരുവാരൂരിൽ ബമ്പിളി മാസ് എന്ന് പറയും. അങ്ങനെ പല പേരുകളിലാണ് അറിയുന്നത്. ഇത് ഈ മരുന്നിൻ്റെ പ്രയോജനം തന്നെയാണ്. ഇത് ധാരാളം കായ്ക്കുന്നുണ്ട്, രോഗങ്ങളൊന്നുമില്ല, അത് കീടങ്ങളൊന്നും ആക്രമിക്കുന്നില്ല, പക്ഷികളൊന്നും ഇത് വന്ന് കൊത്തി തിന്നുന്നുമില്ല. നമ്മുടെ ഈ മരുന്ന് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത്രയും റിസൾട്ട് കിട്ടിയത്. അത് ഇത്രയും റിസൾട്ട് കിട്ടിയ ഈ മരുന്ന് ഉപയോഗിച്ച ശേഷമാണ്. തെങ്ങിന് ഈ മരുന്ന് എങ്ങനെയാണ് പ്രയോഗിക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം. ശരി സാർ. ഇതിന് തെങ്ങിന് നമ്മൾ സസ്യസൗഖ്യമാണ് പ്രയോഗിക്കാൻ പോകുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 2 തുള്ളി വേണം. അപ്പോൾ 4 ലിറ്ററിന് 4 2 8 തുള്ളിയാണ് വേണ്ടത്. 2 3 4 5 6 7 8. എന്നിട്ട് ഇതൊന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ 2 ലിറ്റർ എടുക്കും. ഇത് 2 ലിറ്ററിന് കപ്പാണ്. ഇത് തെങ്ങിനോട് ചേർത്ത്, മരത്തിനോട് ചേർത്ത് ചുറ്റുപാടും ഈ 2 ലിറ്റർ ഒഴിക്കുക. ഇതേ ചെയ്യണ്ടു. സാധാരണ നമ്മൾ ചിലവ് ചെയ്തിട്ട് ആളെയൊക്കെ ഏർപ്പാട് ചെയ്ത്, ഇക്കാലത്ത് ആളെ കിട്ടാൻ പ്രയാസമാണ്. തെങ്ങേറ്റിൻ്റെ മണ്ടയ്ക്ക് കയറി ചെല്ലിയൊക്കെ മാറ്റുന്ന ആവശ്യമേ ഇല്ല. ഇത് ചൂട്ടിൽ ഒഴിച്ചാൽ മാത്രം മതി. നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടും. അതായത് ചെല്ലികളെല്ലാം അകറ്റി നിർത്തും. കൂമ്പുചീയൽ, മഴക്കാലത്തുണ്ടാകുന്ന കൂമ്പുചീയലും മാറും. പിന്നെ മഞ്ഞളിപ്പ് രോഗം മാറും. പിന്നെ നമുക്ക് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. ഈ മാകാളി എന്ന് പറയും. മഹാളി, അതായത് മഴക്കാലത്താണ് ബാധിക്കുന്നത്. സാധാരണ കവുങ്ങിനെയാണ് അത് സാധാരണ ബാധിക്കുന്നത്. അതിന് നമ്മൾ തുരിശും കുമ്മായൊക്കെ അടിക്കാറുണ്ട്. അതിനും ഈ മരുന്ന് തന്നെ പ്രയോഗിക്കാം. തെങ്ങിനും ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ മഴക്കാലത്ത് ഒരു മെയ് മാസം മഴയൊക്കെ നല്ലതായിട്ട് തുടങ്ങിയ ശേഷം ഒരു പ്രാവശ്യം പ്രയോഗിക്കുക. പിന്നെ ഒരു ജൂൺ ജൂലൈ മാസങ്ങളിൽ, ആ കർക്കിടക മാസം തുടങ്ങുമ്പോൾ ആ സമയത്ത് ഇതൊന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ പൂങ്കുലകൾ നമുക്ക് കൂടുതൽ തേങ്ങ വെള്ളയ്ക്ക പിടിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ഉൽപ്പാദനം ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഈ കൂടുതൽ പറയട്ടെ, കുരുമുളകിന് കർക്കിടക മാസത്തിൽ ഈ പൊള്ളുകൊണ്ടെന്ന് പറഞ്ഞൊരു ചെറിയൊരു പ്രാണി വന്ന് ഇത് നീരൂറ്റി കുടിക്കും. അതാണ്, എന്നിട്ട് പൊള്ളയാകും. കുരുമുളക് മണികളെല്ലാം പൊള്ളയാകും. ഈ മരുന്ന് കർക്കിടകം തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പേ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ചൂടിനും ലേശം ഒഴിക്കുക. അതുപോലെ കർക്കിടകം തുടങ്ങിയ ശേഷം ഒരു 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഒന്ന് ചെയ്യുകയാണെങ്കിൽ പുള്ളുവണ്ടിൻ്റെ ശല്യമേ ഉണ്ടാവില്ല. അപ്പം കുരുമുളകിനും നമുക്ക് ഈ മരുന്ന് കുരുമുളകും ചെയ്യാം. കൂടാതെ ഈ പറങ്കിമാവ്, അതിന് നമുക്കറിയാം ഈ തേയിലക്കൊതുക് ബാധിക്കും. അതിനും ആ സമയത്ത്, ഇത് പൂക്കുന്ന സമയത്ത്, ഈ പൂക്കുന്ന സമയത്ത് പറങ്കിമാവിനൊരു പ്രത്യേകതയുണ്ട്. പൂവും പുതിയ തളിരുമെല്ലാം ഒരുമിച്ചാണ് വരുന്നത്. ആ സമയത്ത് ഇത് സ്പ്രേ ചെയ്യുക. ഒരു 2 പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് പൂർണ്ണമായും ഈ ഒരു പ്രതിരോധം നമുക്ക് കിട്ടും.
തേയിലക്കൊതൊന്നും ആക്രമിക്കില്ല. ഗംഗാബോണ്ടം പോലുള്ള തെങ്ങുകളിൽ ഒരുപാട് പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂമ്പിന് മധുരമായതുകൊണ്ട് ഒരുപാട് അതെ അതെ. അപ്പോൾ നമ്മൾ ഈ കുള്ളൻ തെങ്ങുകൾക്കൊക്കെ ഇത് അപ്ലൈ ചെയ്യുക, ഇത് പ്രയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ തെങ്ങുകളെ സംരക്ഷിച്ചെടുക്കാം. അല്ലെങ്കിൽ പലയിടത്തും ഈ പ്രശ്നം പറയുന്നുണ്ട്. ഈ നല്ല വലിയ വ്യാവസായികമായിട്ട് തെങ്ങ് നടന്നവർക്ക് പറ്റിപ്പോകുന്നതെന്ന് പറഞ്ഞാൽ കുള്ളൻ തെങ്ങുകൾ കൂടുതൽ നശിച്ചു പോകുന്നത് കൊമ്പൻചെല്ലിയും ചെമ്മഞ്ചെല്ലിയൊക്കെ അകത്ത് ചെന്നിട്ട് കൂമ്പിനകത്ത് തുറന്നിട്ട് കയറി അത് മുഴുവൻ നശിപ്പിച്ച് മണ്ട മറിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്ലാന്റേഷൻ ചെയ്യുന്ന ടൈമിൽ തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നല്ലതാണ്, മാക്സിമം അതിനെ സംരക്ഷിച്ചെടുക്കാം. ഇനി നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. കപ്പയ്ക്ക് നമ്മൾ കേരളം കപ്പയ്ക്ക് ഫേമസ് ആണ്. എല്ലാവരും പലരും കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം ഇല ചുള്ളിച്ച് വരും. പലയിടത്തും ഇല ചുള്ളിച്ച് വരും. ഇവിടെ കുറച്ച് കപ്പ ഇവിടെ ഉണ്ട്. അതെ, എൻ്റെ വീട്ടാവശ്യത്തിന് കുറച്ച് കപ്പ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാം മിക്കവാറും എല്ലാം എടുത്തു, വിളവെടുത്തു. ഒരു 1-2 മൂട് അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അത് നേരിട്ട് അപ്ലൈ ചെയ്ത് നോക്കാം. കൂമ്പുങ്കൽ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. കൂടാതെ അദ്ദേഹത്തിന് പ്രസിഡന്റ് അവാർഡൊക്കെ കിട്ടിയതാണ്. അപ്പോൾ ഇത് പേറ്റൻ്റ് ഉണ്ട്. വേറെ ആർക്കും ഇത് കച്ചവടത്തിനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ മാസം അവിടെ നഴ്സറിയിൽ കാഞ്ഞിരപ്പള്ളി പോയി വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, ഇതിന് മുമ്പ് 2-3 പ്രാവശ്യം പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാനിവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ കായ്ഫലം തന്നു തുടങ്ങിയിട്ടുണ്ട്. കുരുമുളക് എടുത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല ഭയങ്കര റിസൾട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്യുന്നതാണ് നല്ലത്. മറ്റ് വർഗ്ഗങ്ങളെല്ലാം ഇവിടെ കൃഷി ഇവിടെ എനിക്കുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ടതെന്ന് എനിക്ക് ധൈര്യസമേതം പറയാൻ സാധിക്കും. അപ്പോൾ ഇത് അവിടെ നഴ്സറി തന്നെ കണ്ട ഒരു പരിപാടിയാണ്. തൈകൾ കൊണ്ടുവന്നിട്ട് നമുക്കിത് വർദ്ധിപ്പിക്കാം. നാഗവതി എന്നാണ് പറയുന്നത്. നാഗവതി പാമ്പിനെ പോലെ തന്നെ നമുക്ക് ചരിച്ച് വെച്ചിട്ട് ഒരു ഈർക്കിൽ ഹെയർ പിൻ പോലെ കുത്തി നമുക്കിത് വളർത്തിയെടുക്കാം. അപ്പം ഓരോ കൂടയിലും വേരിറങ്ങി ഇത് മുന്നോട്ട് അങ്ങോട്ട് പോകും. പിന്നെ വേരിറങ്ങി നല്ലോട്ട് ഇറങ്ങിയ ശേഷം നമുക്ക് മുറിച്ച് എടുക്കാം. ഓരോ തൈകളായിട്ട് വേറെ വേറെ കിട്ടും. തൈ കിട്ടും. അതിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് 2 മക്കളുണ്ട്. മൂത്തവൻ ആണാണ്, രണ്ടാമത്തെ പെണ്ണാണ്. 2 പേർക്കും ജോലിയുണ്ട്. അവർ ചെന്നൈയിലാണ് 2 പേരും. അപ്പോൾ എൻ്റെ വൈഫും ഇപ്പോൾ അവിടെയാണ്. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് വരുള്ളൂ. ഇപ്പോൾ ഞാൻ തനിച്ചാണ്. തനിച്ചല്ല, കൂട്ടുണ്ട്. ഈ സസ്യങ്ങളെല്ലാം കൂട്ടാണ്. പൂച്ചയുണ്ട്, സമയം പോകുന്ന അറിയുന്നില്ല, ഒരു നായുണ്ട്. പിന്നെ ഒരു മനസ്സും സന്തോഷവും ഇണങ്ങി ജീവിക്കുന്നത് ആ സന്തോഷം. ഇവിടെ വരുന്നവർക്കെല്ലാം ഒരു അതിശയം. ഇത് കയറുമ്പോൾ ഇത്രയും നല്ലൊരു പ്രകൃതി ഭംഗി അവരെല്ലായിടത്തും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം, അവിടെ നിന്ന് നല്ല ചൂടത്തുനിന്ന് നമ്മൾ കയറി വന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു 3-4 ഡിഗ്രി ചൂട് കുറവായിരിക്കും. ഞങ്ങൾ അവിടെ വന്നപ്പോൾ പറയുകയും ചെയ്തു എന്ത് തണുപ്പാണ്. അപ്പോൾ ഇത് കപ്പയല്ലേ നമ്മുടെ? ഇത് ഇവിടെ മൊത്തം കപ്പയായിരുന്നു എൻ്റെ കൃഷി ഇവിടെ. അപ്പോൾ അതെല്ലാം മിക്കവാറും എല്ലാം പറിച്ചെടുത്തു, എൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 2 കപ്പ മൂട് ബാക്കി നിർത്തിയിട്ടുണ്ട്. അതിന് കാരണം മറ്റൊന്നുമല്ല, എൻ്റെ മരുന്ന് പരീക്ഷിക്കാൻ തന്നെയാണ്. എൻ്റെ മരുന്നിന് ഒരു ഗുണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കപ്പയുടെ ഇലകൾ ചുരുളിച്ചത് സാധാരണ പലയിടത്തും ഉണ്ട്. ഇത് ആ രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കപ്പയുടെ ഉൽപ്പാദനം വളരെ കുറയും. അപ്പോൾ എനിക്കിത് ഞാനിത് മരുന്ന് കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതിൻ്റെ ഈ രോഗം ഇത് കണ്ടിട്ട് ഞാൻ തൃശ്ശൂർ കാർഷിക കോളേജിൽ അവിടെ പ്രൊഫസർമാരോട് ഞാൻ ഇതിനോട് സംശയം ചോദിച്ചു. ഇതിങ്ങനെയുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് ഇതിനൊരു മരുന്നുമില്ല, നിങ്ങൾ വേഗം ചെന്ന് എത്രയും വേഗം അതെല്ലാം കത്തിച്ച് കളയോട് നിവൃത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ അത് വന്ന് ഈ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഹോമിയോ മരുന്നൊക്കെ പരീക്ഷിച്ച് നോക്കി. അവസാനം എനിക്ക് മനസ്സിലായി ഒരു പ്രത്യേക മരുന്ന് ഇത് ഈ ഇല ചുള്ളിച്ച രോഗത്തിനെതിരെ നല്ല പ്രതിവിധിയാണ്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ സസ്യസൗഖ്യം എന്ന പേരിൽ ഉപയോഗിക്കുന്നത്. വൈറസ് രോഗമാണ്, ഒരു ഇല ചുള്ളിച്ച ഒരു വൈറസ് രോഗമാണ്. അതുകൊണ്ടാവും അവർ കത്തിച്ച് കളയാൻ പറഞ്ഞു. അത് കത്തിച്ച് കളയാൻ. അതെ, ബാക്ടീരിയ ഒക്കെ ആണെങ്കിൽ അതിനുള്ള
മരുന്നുകളുണ്ട്. പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നതുകൊണ്ട് കത്തിച്ച് കളയുക അവർ ഉപദേശിച്ചത്. പക്ഷേ എൻ്റെ ഈ ഹോമിയോ മരുന്ന് വളരെ നിസ്സാരമായിട്ട് ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്താൽ മതി, ആ രോഗം മാറുന്നതാണ്. ഇത് നേരത്തെ ഇതിന് ഇല ചുള്ളിച്ച രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറേ ദിവസങ്ങൾ ഇത് അടിക്കാതിരുന്നാലും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞ ഉടനെ ഞാൻ എൻ്റെ മരുന്ന് പ്രയോഗിച്ചപ്പോൾ ഇത് പെട്ടെന്ന് മാറി. പുതിയ ഇലകളൊക്കെ സാധാരണയാണ്, അതിന് പ്രശ്നമൊന്നും കാണുന്നില്ല. ഇതിനി തളിക്കുന്ന വിധമൊന്നും കാണിച്ചു തരാം. 1/2 ലിറ്ററേ ഉള്ളൂ, ഒരു തുള്ളി മതി. പ്രത്യേകിച്ചും തളിരിലകളിലാണ് ഇത് വീഴേണ്ടത്, പുതിയ ഇലകളിൽ. സസ്യസൗകര്യം അടിച്ച് ഈ ഇല ചുള്ളിച്ച രോഗത്തെ പൂർണ്ണമായിട്ട് നമുക്ക് പ്രതിരോധിക്കാം. കീടങ്ങൾ അടിച്ചു. അതേസമയം ഞാൻ 3-4 ദിവസം മുമ്പേ അടിച്ചു. അത് കഴിഞ്ഞ് പുതിയ കൂമ്പ വന്നിരിക്കുന്നത് കാണാം. പിന്നെ അവിടെ കാണിക്കാം. ഇതൊക്കെ മുന്നേ അടിക്കാതിരുന്നതാ. അടിച്ചതിൻ്റെ പ്രയോജനം ഇവിടെ ക്ലിയർ ആയിട്ട് കാണാം. 3-4 ദിവസം മുമ്പ് അടിച്ചു കഴിഞ്ഞിട്ട് വന്ന ഇലകൾക്ക് ഒരു കുഴപ്പമില്ല. ഇതെല്ലാം എൻ്റെ പ്ലാന്റേഷനിൽപ്പെട്ട ഭാഗങ്ങളാണ്. അപ്പോൾ ഇതിന് ഞാൻ ഈ ജാതിക്കെല്ലാം ചകിരി തൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതെ, പൊതയിടാനായിട്ട്. അതായത് തെങ്ങിലെ തേങ്ങ ഇട്ട ശേഷം അതിന് ചകിരി കിട്ടും. ചകിരി പകുതി ഈ തൊണ്ട് ജാതിക്ക് ഇടും, പകുതി തെങ്ങിന് തന്നെ ഇട്ട് കൊടുക്കും. അതുപോലെ തെങ്ങിൻ്റെ ഈ മടൽ അത് ഒന്നുപോലും കത്തിക്കുകയോ ഒന്നും ചെയ്യില്ല. അതെല്ലാം മുറിച്ച് തെങ്ങിൻ്റെ തടത്തിൽ തന്നെ ഇട്ട് കൊടുക്കും. ഇതിപ്പോൾ നമുക്ക് 25 ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 25 ഏക്കറിൽ ഏതൊക്കെ ക്രോപ്പുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്? അത് റബ്ബറുണ്ട്. അത് ഏറ്റവും മുകളിൽ നനയ്ക്കാൻ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഏറ്റവും മുകളിൽ ഭാഗത്ത് റബ്ബറാണ്. പിന്നെ അതിന് കുറേ താഴെ കവുങ്ങ്, തെങ്ങ്, ഇതൊക്കെ നനയ്ക്കാൻ സൗകര്യമുള്ളിടത്താണ് ചെയ്യുന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത ഭാഗത്ത് മൊത്തം തെങ്ങും ജാതിയുമാണ്. അപ്പോൾ നമുക്കൊരു കറക്റ്റ് പറഞ്ഞാൽ ഒരു പ്രകൃതിയുടെ എല്ലാം കാണാൻ ഇവിടെ തന്നെ ഉണ്ട്. ഈ പ്ലാന്റേഷനിൽ എല്ലാം കാണാൻ പറ്റും. വെള്ളച്ചാട്ടങ്ങളുണ്ട്, ചെറിയ വെള്ളച്ചാട്ടങ്ങളില്ല. പലപ്പോഴും സ്കൂൾ കുട്ടികളൊക്കെ ഇവിടെ സന്ദർശനത്തിന് വരും, ചുറ്റി നടന്ന് കാണാനായിട്ട്. അത് ഒരു കാടിൻ്റെ ഒരു പ്രതീതി ഉണ്ടല്ലോ. അതെ, തീർച്ചയായിട്ടും. എൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത് വനം തന്നെയാണ്. സർക്കാർ വക വനം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ തോട്ടം കഴിഞ്ഞാൽ പറഞ്ഞ. അപ്പോൾ അവിടെ ഇടയ്ക്ക് ആനശല്യമൊക്കെ ഉണ്ട്. ആറുണ്ട്, ഏറ്റവും മേളുഭാഗത്തൊക്കെ വരാറുണ്ട്. ഇവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ ഒരു ആന വന്ന് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. 1-2 തെങ്ങൊക്കെ പെടുത്തിയിട്ട് പോയിട്ടുണ്ട്. പിന്നെ ഏതായാലും ഭാഗ്യത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന് പ്രധാന കാരണം ഞാൻ ചുറ്റും കറണ്ട് വേലി ഇട്ടിട്ടുണ്ട്. ഫെൻസിങ്, ഈ തൂക്കുവേലി, സോളാർ ഫെൻസിങ്, തൂക്കുവേലി. മറ്റേ സാധാരണ വേലി ഇട്ടാൽ പോലും ആനകൾ കടക്കുമെന്നാണ് പറയുന്നത്. തൂക്കുവേലി ഇട്ടാൽ ആനകൾ പരാജയപ്പെടുകയാണ്. നമ്മൾ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് ആ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടൊന്ന് പോകാം. പോകാം. ഇതൊരു ചെറിയ വെള്ളച്ചാട്ടമാണ്. മേളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. വർഷം മുഴുവനും കാണും. മീനമാസത്തിൽ മാത്രം കുറച്ച് കുറയും. പക്ഷേ എങ്കിലും ഈ വെള്ളം തന്നെ എനിക്ക് നനയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു കുറച്ച് ആഴമുണ്ട്. മുങ്ങി കുളിക്കാൻ ഏറ്റവും സൗകര്യമാണ്. ഒന്ന് കുളിച്ച് കയറിയാൽ സകല ക്ഷീണവും ടെൻഷനും ഒക്കെ മാറിക്കിട്ടും. ആ തെളി വെള്ളം കുടിക്കാം. ഈ വെള്ളം ഒരു സംശയമില്ലാതെ കുടിക്കാം. എന്നുവെച്ചാൽ മേളിൽ മലയുടെ അവിടുന്ന് ഉറവയായിട്ട് വരുന്ന വെള്ളമാണിത്. അതിനിടയ്ക്ക് വീടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വീടുകളൊന്നും ഇല്ല. അപ്പം നല്ല ശുദ്ധമായ വെള്ളമായിരിക്കും. മലിനമാകാൻ യാതൊരു സാധ്യതയില്ല. അറിയാവുന്ന കാര്യം, പുതിയ സംഗതിയൊന്നുമല്ല. എങ്കിലും അത് ചെയ്യേണ്ട ആവശ്യം അത് ഞാൻ കൂടുതൽ ഒന്ന് പ്രത്യേകിച്ച് പറയുകയാണ്. ഇത് നമ്മൾ ഇപ്പോൾ മേളിൽ എൻ്റെ കാടെല്ലാം മിക്കവാറും ആ ഭാഗത്തെല്ലാം വെട്ടി, ഈ കളകളെല്ലാം. അപ്പോൾ വെട്ടി അതിനകത്ത് കളകളൊന്നും ഞാൻ വേസ്റ്റാക്കില്ല. അത് പണിക്കാരെ നിർത്തി ഓരോന്നിൻ്റെയും ചുവട്ടിൽ ഇടും. ഇതിൻ്റെ എല്ലാം മേളിൽ ചെന്ന് നോക്കിയാൽ കാണാം അവിടെ
ഓരോ കവുങ്ങാണെങ്കിലും തെങ്ങാണെങ്കിലും ഒക്കെ അതിന് ചുവട്ടിൽ ഈ വെട്ടി ഇട്ടിരിക്കുന്ന പുല്ലും കളയും എല്ലാം അടുപ്പിച്ചതായിട്ട് കാണാം. അത് ചുറ്റും പൊതയിടും. ഈ പൊതയിടുന്നതിൽ വലിയൊരു അർത്ഥമുണ്ട്. അത് അതിൻ്റെ പ്രയോജനം എത്ര പ്രത്യേകിച്ച് പറഞ്ഞാലും അത് മതിയാവില്ല. ഇത് പൊതയിടുമ്പോൾ ഈ വേനൽക്കാലം ആകുമ്പോൾ അടിയിൽ നിന്ന് എപ്പോഴും വെള്ളം ആവിയായിട്ട് രാത്രിയും പകലും ഒക്കെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് പൊതയിടുമ്പോൾ അത് തടഞ്ഞു നിർത്തും. നമ്മൾ ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് മുറ്റത്തിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എന്താ കാണുക? അതിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ തുള്ളികൾ കാണാമല്ലോ, എത്രയോ തുള്ളികളാണ്. അപ്പോൾ ആ വെള്ളം തന്നെ മതി നമ്മൾ ഈ കൂടുതൽ ഡ്രിപ്പ് ഇറിഗേഷൻ തുള്ളി നനയിലൊക്കെ അത് പൂർണ്ണമായിട്ടതൊന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. എങ്കിലും ഇത് നല്ലൊരു സഹായമാണ്. തുള്ളി നന പോലെ തന്നെ സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് ഇത് ഈ പൊത ഇട്ട് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് വരുന്ന വെള്ളം അതിൻ്റെ തുള്ളികൾ ആ പൊതയിൽ നിർത്തി നമുക്ക് ചെടികൾക്ക് തന്നെ ചെടികളുടെ വേരുകൾക്ക് ഡയറക്റ്റായിട്ട് കിട്ടും. അത് പിന്നെ ഈ പൊത ക്രമേണ അത് ദ്രവിച്ച് നല്ല വളവുമായിത്തീരും. അപ്പോൾ അങ്ങനെയെല്ലാം പ്രയോജനമുണ്ട് ഈ കാട് വെട്ടിയിടുന്നത്. അത് ഒരു കാരണവശാലും അത് അതിനെപ്പറ്റി നിസ്സാരമായിട്ട് കാണരുത്. ഇതൊരു ആൺജാതി മരമാണ്. അപ്പോൾ ഇത് ആവശ്യത്തിൽ കൂടുതൽ കൊമ്പുകൾ വേണ്ട, കുറച്ചൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞതാണ്. ആൺജാതി നിർബന്ധമാണ്, പക്ഷേ അതിൻ്റെ ഫുൾ മരത്തിൻ്റെ ആവശ്യമില്ല. പരാഗണത്തിന് പൂക്കൾ വേണം. അത് ഇപ്പോൾ വളർന്നു വരുന്ന വലിയ പഴക്കമുള്ള ജാതികളൊന്നുമല്ല. എന്നാലും ഒരു 3 ലക്ഷം രൂപ ഒരു വർഷം ആദായം കിട്ടും. അത്രേ ഉള്ളൂ. അത് ക്രമേണ കൂടാനാണ് സാധ്യത. ഇത് ഒരു 12 വർഷമായിട്ടുള്ളൂ. അത്രേ ആയിട്ടുള്ളൂ. കഴിഞ്ഞ വർഷം വരെ മണ്ടരിയുടെ ശല്യം നല്ലതായിട്ടുണ്ടായിരുന്നു. പിന്നെ മരുന്ന് മുറയ്ക്ക് പ്രയോഗിക്കാൻ തുടങ്ങിയവരുടെ അത് മണ്ടരി ക്രമേണ മാറി കിട്ടി. തീർച്ചയായിട്ടും. ഇത് വെള്ളം ജാതിക്കും തെങ്ങിനുമൊക്കെ നനയ്ക്കുന്നത് ആവശ്യമാണ്. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ജാതിക്കും ഇവിടെ മാംഗോസ്റ്റീനും ഉണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഈ 2 കൃഷിക്ക് വിളകൾക്ക് നന വേനൽക്കാലത്ത് അത്യാവശ്യമാണ്. പിന്നെ തെങ്ങിനും നമ്മൾ നനയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിന് ടാങ്ക് ഇവിടെ ഉണ്ട്. ഒരു 15,000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കാണ്. പിന്നെ അതിനകത്തുനിന്ന് പമ്പ് ഉപയോഗിച്ച് വെള്ളം അടിച്ച് കയറ്റിയിട്ട് പിന്നെ ഇവിടുന്ന് സ്പ്രിംഗ്ലർ ഉപയോഗിച്ചിട്ട് ഇവിടെ എല്ലാം നനയ്ക്കും. തൊഴുത്തിൽ പശുക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ചാണകം അവിടെ ഒരു ടാങ്കിൽ കളക്ട് ചെയ്ത്, ചാണകവും കുറച്ച് മൂത്രമൊക്കെ ടാങ്കിൽ കളക്ട് ചെയ്ത് അതിൻ്റെ ആ വെള്ളം അത് പമ്പിൽ കൂടെ അടിച്ച് പമ്പ് ചെയ്ത്, പ്രത്യേക പമ്പാണ് ഇത്, അടിക്കാനായിട്ടുള്ള പമ്പാണ്. അതുവഴി താഴേന്ന് അടിച്ച്, താഴേന്ന് പൈപ്പുണ്ട്. ആ പൈപ്പിൽ കൂടെ ഇവിടെ വന്ന് ഈ ഹോസിൽ കൂടെ ഇവിടെ എല്ലാം ജാതിക്കും തെങ്ങിനും എല്ലാം നനച്ചു കൊടുക്കാറുണ്ട്. അതെ, സ്ലറിയായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ യാതൊരുവിധ രാസകീടനാശികളും ഉപയോഗിക്കാറില്ല. ഇതൊക്കെ തന്നെയാണ് എൻ്റെ വളം. ജൈവവളങ്ങൾ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. കഴിഞ്ഞ ഒരു 12 വർഷമായിട്ട്. അതിനു മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ധാരാളം രാസവളങ്ങളും രാസകീടനാശികളും ഉപയോഗിച്ചിരുന്നതാണ്. നമ്മുടെ തൊഴുത്തല്ലേ? അതെ, ഇതെൻ്റെ തൊഴുത്താണ്. ഒരു 10-12 പശുക്കളെ നിർത്താം. ഇപ്പോൾ 4 പശുക്കളെ ഉള്ളൂ. ഇനി ക്രമേണ അത് നമ്പർ കൂട്ടാനാണ് ഉദ്ദേശം. ദിവസവും ഈ തൊഴുത്ത് വൃത്തിയാക്കി അതിൻ്റെ ചാണകമെല്ലാം ഈ കുഴിയിലോട്ട് ഇടും. പക്ഷേ കുറച്ച് ചാണകവും മൂത്രവും വെള്ളവും കഴുകുന്ന വെള്ളമൊക്കെ ഇതിലൂടെ ഈ പൈപ്പിൽ കൂടെ വന്ന് ഇവിടെ ഈ ടാങ്കിനകത്ത് വീഴും. അപ്പോൾ ഈ വെള്ളം, ഇതൊരു പമ്പായിരിക്കുന്നത്. ഈ ചാണകവും മൂത്രവും അടിച്ച് കയറ്റാനായിട്ടുള്ള ഒരു പ്രത്യേക പമ്പാണ്. സാധാരണ പമ്പല്ല, കിർലോസ്കറിൻ്റെ പമ്പാണ്. അത് ഉപയോഗിച്ചിട്ട് ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാണക വെള്ളം ഇതിലെ കൂടെ മേളിൽ നമ്മൾ മുമ്പേ കണ്ടല്ലോ, അവിടെ ഹോസ് വഴി അവിടെ ജാതിക്കും തെങ്ങിനുമെല്ലാം അടിച്ചു കൊടുക്കുക പതിവുണ്ട്. അതെ, അല്ല കൊണ്ടുപോയി ഒഴിക്കുന്ന പ്രശ്നമില്ല. അതൊക്കെ വലിയ ചിലവാണ് ഇക്കാലത്ത്. അപ്പോൾ ഇത് പമ്പ് മുഖേന ഇതൊരു 10-15 വർഷമെങ്കിലുമായി ഞാനിവിടെ സ്ഥാപിച്ചിട്ട്. കുഴപ്പം ഇതുവരെ റിപ്പയറൊന്നും വന്നിട്ടില്ല. ഇത് ഞങ്ങളുടെ സസ്യസൗഖ്യയുടെ ഓഫീസാണ്.
ഇവിടെ 2 സ്റ്റാഫുണ്ട്, ഈ ഇർഫാന ആൻഡ് അജിത. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ ഇതൊരു ബിസിനസ് ആയിട്ട് തുടങ്ങിയതല്ല. എൻ്റെ സ്വന്തം ആവശ്യത്തിന് ഇവിടെ ഈ തെങ്ങിനും കവുങ്ങിനും ഒക്കെയുള്ള രോഗങ്ങൾ കണ്ടിട്ട് അതിനെതിരായിട്ടൊരു മരുന്ന് കണ്ടെത്തി. അപ്പോൾ അത് അടുത്തുള്ളവരും സുഹൃത്തുക്കളൊക്കെ കർഷകർ വന്ന് വാങ്ങിച്ചു. അവർക്കത് പ്രയോജനമായിട്ട് കണ്ടുകൊണ്ട് ഇത് കൂടുതൽ ഒരു വിൽപ്പനയൊക്കെ ഇവിടെ ആരംഭിച്ചു. അപ്പോൾ അത് ക്രമേണ അതിൻ്റെ വിൽപ്പന വർധന വന്നുകൊണ്ടിപ്പോൾ അതിന് സ്റ്റാഫ് ആവശ്യം വന്നു. അതുകൊണ്ട് ഇവരേതായാലും ഭാഗ്യത്തിന് കിട്ടി, നല്ലതായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഡെലിവറിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഇവരാണല്ലേ? ഇവരാണ് എല്ലാം ചെയ്യുന്നത്. അത് ഇവർ അതിൻ്റെ ലിസ്റ്റിലെല്ലാം തയ്യാറാക്കി പ്രിൻ്റ് എടുത്ത് കൊടുക്കും. പാക്ക് ചെയ്യാനായിട്ട് വേറെ 2 ചെറുപ്പക്കാർ വരുന്നുണ്ട്, അവർ പാക്ക് ചെയ്ത് അയക്കും. നമുക്കിപ്പോൾ ഡെലിവറി കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഡെലിവറി എത്തിക്കാനായിട്ട് നമ്മുടെ കേരളത്തിലെ ഏത് ജില്ലയിലായിരുന്നാലും എത്ര ദിവസം വരെ എടുക്കാം? ഒരു 2-3 ദിവസം കൊണ്ട് എത്തും. മാക്സിമം കൂടി വന്നാൽ 4 ദിവസം. 4 ദിവസം അതിനുള്ളിൽ എത്തിക്കാൻ പറ്റും. കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ സാറിൻ്റെ നമ്പർ നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാറ് കോളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്കും ഈ മരുന്ന് എത്തിച്ചു കൊടുക്കും? തീർച്ചയായിട്ടും എത്തിച്ചു കൊടുക്കും. അതിനകത്ത് പ്രത്യേക ഈ ചില സമയത്ത് ധാരാളം ഓർഡറും വരുന്നുണ്ടല്ലേ, കോൾസും വരും. ആ സമയത്ത് കിട്ടിയില്ലെങ്കിൽ, ഇവരെ സ്റ്റാഫിനോട് സംസാരിക്കാൻ സൗകര്യം കിട്ടിയില്ലെങ്കിൽ അത് നിരാശപ്പെടേണ്ട കാര്യമില്ല. അത് ഇതിനകത്ത് വാട്സപ്പ് ഉണ്ട്, പിന്നെ ഇത് പേയ്മെൻറ്റിനുള്ള ഗൂഗിൾ പേ സംവിധാനമുണ്ട്. അപ്പോൾ ഈ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് മാത്രം വിട്ടാൽ മതി, വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ അത് ഈ വോയിസ് മെസ്സേജ് കേട്ട ശേഷം ഇവർ വേണ്ട പോലെ പ്രതികരിച്ചോളും. എപ്പോഴാണ് കൊടുത്തു. ഇവർ രാവിലെ ഒരു 9:30 മുതൽ വൈകുന്നേരം 5 മണി വരെ ഇവിടെയുണ്ട്. അതിന് ശേഷവും ഞങ്ങൾക്ക് കോൾസ് കിട്ടാറുണ്ട്. അപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്താൽ മതി, റെസ്പോണ്ട് ചെയ്യും. മിക്കവാറും സംശയങ്ങളെല്ലാം ഇവർ തന്നെ തീർത്തു തരും. അത് ഇവർക്ക് എന്തെങ്കിലും അത് ഇനി ചില കസ്റ്റമേഴ്സ് എന്നോട് തന്നെ സംസാരിക്കണമെന്ന് ആവശ്യപ്പെടും. അപ്പോൾ അവർ ആ കാരണത്താൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വയ്യാഞ്ഞിട്ടല്ല, ഒരു കസ്റ്റമർ ഒരു കൃഷിക്കാരൻ ആവശ്യപ്പെടുകയാണ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴും സ്വാഗതം. അത് എനിക്ക് കണക്ട് ചെയ്ത് തരും, ഞാൻ വേണ്ട മറുപടി കൊടുക്കും, എന്നാൽ കഴിയുന്ന മറുപടി കൊടുക്കും. അതുപോലെ ഇപ്പോൾ ഈ സാറിന്റെ ഫാമും ഈ പ്ലാന്റേഷനും എല്ലാം ഒന്ന് കാണണമെന്ന് ആഗ്രഹമുള്ള കൃഷിക്കാർ കാണുമല്ലോ, വീഡിയോ വന്നു കഴിഞ്ഞാൽ തന്നെ കാണണമെന്ന് തോന്നും, അവർക്കും വരാമല്ലോ? തീർച്ചയായിട്ടും വളരെ വലിയ സ്വാഗതം. ഞങ്ങൾക്ക് സന്തോഷം, വരുന്നതിൽ വന്ന് സന്ദർശിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പുറകിലൊരു പുരസ്കാരമൊക്കെ കാണുന്നു, ഇതെല്ലാം എന്തൊക്കെ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്? അത് ഇത് ഇൻഫോസിസ് സഹസ്ഥാപകനും മുൻ സിഇഒയുമായ SD ഷിബുലാൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരിൽ സ്ഥാപിച്ച സരോജിനി ദാമോദരൻ ഫൗണ്ടേഷൻ്റെ അക്ഷയശ്രീ ജില്ലാതല ജൈവ കർഷകന്റെ അവാർഡാണ് ഇത് കിട്ടിയത്. ഇത് മനോരമയിലൊക്കെ വന്നതാണ്. അതെ അതെ, കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 9 വന്ന ന്യൂസാണ്. പിന്നെ ഇവിടെ പഞ്ചായത്ത് കരുവാരുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ വേറെ 2-3 അവാർഡുകളും എനിക്ക് കിട്ടാനിടയായി. അപ്പോൾ ശരി സാർ, വലിയ ഉപകാരം സാറിന് പരിചയപ്പെടുത്താൻ കഴിയല്. താങ്ക് യു. വളരെ നിങ്ങളിവിടെ വന്ന് ഇത്രയും ദൂരത്തു നിന്ന് വന്ന് ഇത്രയും നല്ല വിശദമായിട്ട് ഈ വീഡിയോ എടുത്തതിൽ ഞാൻ എൻ്റെ അഗാധമായ നന്ദി പ്രകടിപ്പിച്ചു കൊടുക്കുന്നു. താങ്ക് യു സാർ. ഇവരും നിങ്ങളുടെ ഓഫീസ് എല്ലാവർക്കും എല്ലാം നന്നായിട്ട് വരട്ടെ സാർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു.